പറയൂ. ബെസ്റ്റ് മെമ്മറി എന്ന് പറയാനായിട്ട് മാട്രിമോണിയിലാണ്, അങ്ങനെയാണ് പരിചയപ്പെട്ടത് തന്നെ. അമ്മയൊക്കെ നോക്കി ഓക്കെയാണ്. ഞാൻ പറഞ്ഞ ഓക്കെ ശരി എന്നാ. അമ്മയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ആദ്യം ഒരു പ്രാവശ്യം കണ്ടു, അങ്ങ് മാറ്റി പോയത്. പിന്നെയും ഇതേ സെയിം പ്രൊഫൈലിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരുന്നു. അപ്പോൾ ചേട്ടനാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതെന്ന് എൻ്റെ അടുത്ത് പിന്നീട് പറഞ്ഞു. പക്ഷെ അതെന്തോ ഡീഫോൾട്ട് എന്തോ പ്രശ്നം പറ്റിയിട്ട് തന്നെ ഇങ്ങനെ മെസ്സേജസ് പോവാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ചേട്ടൻ പോലും അറിയാതെ ഈ പ്രൊഫൈലിലോട്ട് ഇങ്ങനെ കംപ്ലൈന്റ് ആണെന്നാ പറയുന്നത്, ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അതെന്താ നിമിത്തമാണോ എന്തോ ആണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ പ്രൊഫൈലിൽ മെസ്സേജ് അമ്മ ഇതിങ്ങനെ സ്ഥിരം വന്നോണ്ടേ ഇരിക്കുമ്പോഴും നോക്കട്ടെ. അപ്പൊ ഈ ഗ്രഹനിലയൊക്കെ കണ്ട് നോക്കി ഭയങ്കര ചേർച്ച, അത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ വന്നതാണ്, അങ്ങനെയാണ് എടുത്ത് നോക്കിയത്. അല്ലെങ്കിൽ ജസ്റ്റ് കാഷ്വലി അമ്മ നോക്കി പോകുന്ന ഓരോ നോക്കി വിട്ടടിച്ച് അങ്ങനെ പോയതായിരുന്നു. അതെങ്ങനെ എന്താ അങ്ങനെ വന്നതെന്ന് അറിയത്തില്ല. അത് അതെ. പറ്റിയൊരു പാർട്ണറാണ്, എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതിനുശേഷമാണ് ഞാൻ വീട്ടിൽ ഓൾറെഡി അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, അത് സെറ്റാവും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായി. ഫസ്റ്റ് ഒരു മിനിറ്റ് എങ്ങനത്തെയാണ് നമ്മൾ ആദ്യം സംസാരിച്ച് ചേട്ടൻ്റെ അച്ഛനും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്തിനും പറയും അവര് എൻ്റെ കൂടെ നിൽക്കും, ചേട്ടൻ എന്തിനും പറയും. എന്നിട്ട് ഇവിടെ അമ്മ അച്ഛനും ചേട്ടനെ എന്നെ എന്തിനും പറയും, ചേട്ടൻ്റെ കൂടെ നിൽക്കും. പക്ഷെ ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. प्रीता लाइया वे माही तैनू खबर नहीं, मैंने चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं, मैंने चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं. माही तैनू खबर नहीं, तेरे नाल प्रीता लाइया वे माही तैनू खबर नहीं, मैंने चाहा तुझे मेरी खता नहीं, मेरी खता है कि तुझे पता नहीं, मैंने चाहा तुझे मेरी खता नहीं, मेरी खता मेरी खता है कि तुझे पता नहीं.